കരച്ചാൾ വോയിസ് ആ ട്രൂപ്പിൽ ഉണ്ടായിരുന്നപ്പോൾ എത്ര കോളേജിൽ പഠിക്കുന്ന സമയമായിട്ടുണ്ടാവില്ല അല്ലെ? കോളേജിൽ പോയിട്ടില്ല. 10ാം ക്ലാസ് തന്നെ കടന്നു കിട്ടിയതിന്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. അത് എന്നെ ജയിപ്പിച്ചു വിട്ടാണെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. കാര്യം ടീച്ചർമാർ അന്ന് പറയായിരുന്നു, നീ ഇനി 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് കോളേജിൽ നിന്നും പോയി പഠിക്കണ്ട, കാര്യം വെറുതെ സമയം കളയേണ്ടതിന് വേണ്ടി ഡ്രോയിങ് സ്കൂളിൽ പോയാൽ മതി. എന്നിട്ട് ഡ്രോയിങ് സ്കൂളിൽ പോയി പഠിച്ചിട്ട് നേരെ ഒരു ഡ്രോയിങ് അധ്യാപകനൊക്കെ ആയിട്ട് ജീവിച്ചാൽ മതി പറയും. അങ്ങനെ SSLC പാസ്സായ നേരെ പിന്നെ പോണത് ഡ്രോയിങ് സ്കൂളിലേക്കാണ്. കോട്ടയം നസീർ എന്നുള്ള പേര് വരാൻ കോട്ടയം നസീർ എന്ന് വന്നത് ശരിക്കും പറഞ്ഞാല് ഒരു ഗൾഫ് ട്രിപ്പ് ഉണ്ടായിരുന്നു, അബീക്കൊക്കെ ആയിട്ട് പോയ ട്രിപ്പ് ഉണ്ടായിരുന്നു. 95-ലാണ്. അപ്പൊ അന്ന് പോയപ്പോ നസീർ ഖാൻ വെള്ളാരപ്പള്ളി എന്ന് പറഞ്ഞ ആള്, അത് അദ്ദേഹമായിരുന്നു നമ്മുടെ ഓർഗനൈസർ. മൂപ്പരാണ് പറഞ്ഞത്, നസീർ വെറും നസീർ വേണ്ട, കോട്ടയം നസീർ എന്ന് ആക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ പേര് ഒന്ന് ഇങ്ങനെ മറിഞ്ഞു വീണത്. തീർച്ചയായിട്ടും എനിക്കത് ഭയങ്കര ലക്കി നെയിമായിട്ടാണ് മാറിയത്. കുറെ കഥകൾ നമുക്ക് ഇനിയും കേൾക്കാനുണ്ട്. അതിനായി നമുക്ക് കുറച്ച് സുഹൃത്തുക്കളെ ക്ഷണിക്കണം. ജയമോൻ നാട്ടിലെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഇന്നും അന്നും എന്നത്തെ സുഹൃത്താണ്. മിമിക്രി തുടങ്ങിയ സമയത്ത് നമ്മളിത് കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്തു നോക്കുന്നത് ജയമോനാണ്. അന്നൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇവരൊക്കെ നമ്മുടെ അടുത്ത് അത് കുറച്ചുകൂടി ശരിയാണ്, അത് പോരാ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കുറച്ച് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ആ പകൊക്കെ ഞാൻ വീട്ടുന്നുണ്ട് ഇപ്പം. ജയരാജ് നേരത്തെ പറഞ്ഞില്ല നമ്മള് ഷൂട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ്, ജയരാജിന്റെ വീട്ടിലായിരുന്നു. ജയരാജ് ലൊക്കേഷൻ. അതെ അതെ, ഡ്രോയിങ് ആർട്ടിസ്റ്റാണ്. ഡ്രോയിങ് സ്കൂളിൽ APS തന്നെ പഠിച്ച സ്റ്റുഡന്റാണ്. കറച്ചാലായിരുന്നു. സജി നമ്മുടെ എല്ലാം ഞങ്ങള് ഈ പറഞ്ഞ ചെറുപ്പം തൊട്ടേ, വളരെ ചെറുപ്പം തൊട്ടേ ഉള്ള ബാല്യകാല നസീറിനെ പോലൊരു സുഹൃത്തിനെ കിട്ടിയ ഞങ്ങളുടെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. കാര്യം എത്ര തിരക്കാണെങ്കിലും എവിടെയാണെങ്കിലും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും വിളിച്ചിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. ചെറുപ്പത്തിലോട്ട് പറയുകയാണെങ്കിൽ അവനെ ഭാവിയെ കുറിച്ചൊരു കാഴ്ചപ്പാട് അന്നേ ഉണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ റോഡിൽ നടന്നുകൊണ്ട് പോവാണെങ്കിൽ പറയും, ഒരു പോസ്റ്റർ കാണും, ഇവിടെ സാറിന്റെ തല നീ അവിടെ കാണും പറയും. നമ്മൾ ഇവിടെ നസീർ നമുക്ക് നാളെ എങ്ങോട്ടെങ്കിലും പോകണ്ടടാ, എന്തെങ്കിലും പ്രോഗ്രാം പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് പറയും, ഞാനേ സെക്രട്ടറിയോട് ചോദിക്കുന്നത് കാൾ ഷീറ്റ് എല്ലാം ഉണ്ടോ നോക്കട്ടെ. ഞാൻ അപ്പം റിസർവ് ആയിരിക്കും, പറയാൻ പറ്റില്ല, പറഞ്ഞിട്ട് ആലോചിച്ചിട്ട് പറയാം എന്ന് പറയും. അന്നോട്ടെ അവനൊരു പ്ലാനിങ് ഉണ്ട്, അവൻ ആരാവും എന്താവും. ഞാൻ പറഞ്ഞൊരു 10 കൊല്ലം കൂടെ നമുക്ക് അടിച്ചു പൊളിച്ച് സിനിമയിലേക്ക് അല്ലടാ എനിക്ക് മരിക്കുന്നവരെ സിനിമയിൽ അഭിനയിക്കണമെന്ന് എന്നോട് പറഞ്ഞു. അത്രയ്ക്ക് ഡെഡിക്കേഷൻ ഉള്ള ഒരാളാണ്. എനിക്കത് അത് കാരണം ഞാൻ പറഞ്ഞു, ഇത്രയും മിടുക്കനായിട്ടുള്ള ഒരു ഫ്രണ്ടിനെ കിട്ടിയതുകൊണ്ടാണ് എനിക്ക് ഈ സീറ്റിൽ വന്നിരിക്കാൻ പറ്റും. തീർച്ചയായിട്ടും. ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം. ഉമ്മയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? നമ്മൾ ഉമ്മയെ കുറിച്ച് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അമ്മച്ചെന്ന് വെച്ചോളം എന്താ പറയാ, ഞാനിപ്പോ ഇങ്ങനെ സിനിമയിലായി അല്ലെങ്കിൽ ഇതിലായി അതൊന്നും ഒരു അത്ഭുതമായിട്ട് തോന്നില്ല. എത്ര ആയാലും എന്റെ മോൻ തന്നെയല്ലേ. പക്ഷെ അങ്ങനെ ഇതാണ്. പക്ഷെ ഭയങ്കര അമ്മച്ചി അത് തന്നെയാണ്. ഉപ്പാടെ പോലെ നല്ല പ്രോത്സാഹനം കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഇന്നും അന്ന് ഇന്നും ഇപ്പോഴും എന്റെ കൂടെ തന്നെയുണ്ട്. ഭയങ്കര പ്രോത്സാഹനമാണ്. ഇനി നമുക്ക് ഒരു സുഹൃത്തിനെ കൂടെ ക്ഷണിച്ചുകൊണ്ട് കലാഭവനിലേക്ക് വളരെ ആഗ്രഹപൂർവ്വം കോട്ടയം മംഗളം ട്രൂപ്പിൽ നിന്ന് കലാഭവനിലേക്ക് പോയ യാത്രയെക്കുറിച്ച് പറയാം. ഉണ്ണികൃഷ്ണൻ പറമ്പത്ത്, ഉണ്ണിച്ചേട്ടൻ ഞങ്ങൾ വിളിക്കും. അതായത് നമ്മുടെ എന്താ പറയാ, മിമിക്രി തുടങ്ങിയ കാലത്ത് ഞങ്ങളുടെ ഗൈഡായിരുന്നു. ഗൈഡെന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളുടെ വഴികാട്ടി. ഞങ്ങളോടൊപ്പം ഞങ്ങൾ 5 പേർക്കൊപ്പം അല്ലെങ്കിൽ ഞങ്ങൾ 4 പേർക്കൊപ്പം എല്ലാ ടൈമിലും കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. സൂചിപ്പിച്ച പോലെ തുടങ്ങിയ കാലം മുതൽ ഇപ്പം വരെ ഇനിയുള്ള കാലങ്ങളിലും അദ്ദേഹത്തിന്റെ ഉയർച്ചയിൽ ഏറ്റവും കൂടുതൽ അല്ലേ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. കലാഭവനിൽ ചേരാൻ വളരെയധികം ആഗ്രഹിച്ചിട്ടാണ് താങ്കൾ അങ്ങോട്ട് ചെല്ലുന്നത് അല്ലെ? കലാഭവൻ വന്നപ്പോ എന്നെ ആദ്യമായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നതാണ് നമ്മുടെ മണിയാണ്, കലാഭവമണിയാണ് എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു, ഞങ്ങൾ നാളെ ദുബൈക്ക് പോവാണ്, ഒരു 2 മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ട്രിപ്പ് കഴിഞ്ഞ് വരുള്ളൂ, അത് കഴിഞ്ഞ് നസീറിനെ എടുത്തോളാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ അബീക്കാണ് പിന്നെ നമ്മൾ കണ്ട് പഠിച്ചൊരു വലിയ മിമിക്രി, അദ്ദേഹത്തിന്റെ കണ്ടോളാണ്. അപ്പൊ അദ്ദേഹത്തിന് മുമ്പിൽ മിമിക്രി കളിക്കാനുള്ള ഒരു ധൈര്യം എനിക്കില്ലെന്ന്. എന്തായാലും ഒന്ന് പോകാന്ന് വെച്ചിട്ട് നേരെ നോർത്തിൽ പോന്നു. മെന്റോർ ഹോട്ടലിൽ അവിടെ ചെന്നു, ഓസ്കറിന്റെ ഓഫീസിൽ ചെന്നു. പറഞ്ഞു, അബി ഇപ്പൊ സിനിമയിൽ അഭിനയിക്കാൻ പോയിരിക്കുകയാണ്, നയം വ്യക്തമാക്കുന്നു. അപ്പൊ അബിക്ക് പകരക്കാരനായിട്ട് ഒരാളെ നോക്കുകയെന്ന് പറഞ്ഞു. നസീർ പോയിട്ട് ഒരു 16-ാം തീയതി വരാൻ പറഞ്ഞു. അങ്ങനെ 16-ാം തീയതി സെപ്റ്റംബർ 16-ന് ഞാൻ ചെല്ലുന്നു. അങ്ങനെ അബിക്ക് ഇവരെല്ലാം കൂടി എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നു. 18-ാം തീയതി ഫസ്റ്റ് പ്രോഗ്രാം മട്ടാഞ്ചേരി ടൗൺ ഹാളിൽ. അവിടുന്ന് തന്നെ ഇത് കണ്ടു.
എനിക്ക് നസീറിനെ ഇഷ്ടം, ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താന്ന് വെച്ചാൽ ഒരു ആത്മാർത്ഥതയുള്ളവനും ഒരു നല്ല 100% കലാകാരനാണ്. ഇദ്ദേഹം വേറൊരു മിമിക്രി ആർട്ടിസ്റ്റ് മാത്രമല്ല, നല്ലൊരു ചിത്രകാരനാണ്, നല്ലൊരു മനുഷ്യനാണ്, എന്റെ ഏറ്റവും അടുത്ത നല്ലൊരു സുഹൃത്താണ്. നസീർ കാണുമ്പോഴും എവിടെ ചെന്നാലും നസീർ പറയുന്നത് അബീക്കാടെ ഗൾഫ് പ്രോഗ്രാമിന്റെ ആ കാസറ്റ് CD ഒക്കെ ഇട്ട് കണ്ടാണ് എനിക്ക് ഇൻസ്പിറേഷൻ ഉണ്ടായത് എന്നൊക്കെ വളരെ നന്ദിയോടെ സ്മരണയുള്ള നല്ലൊരു കലാകാരനാണ് നസീർ. ഒരു കാലത്ത് അബീക്കയൊക്കെ കാണുക എന്ന് പറഞ്ഞാല് നമുക്കെ കാണുന്നവരാണ്. അത്ര ഭയങ്കര സ്റ്റേജ് എന്ന ക്രൗഡും ബഹളമൊക്കെ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഒരാളോടൊപ്പം പ്രവർത്തിച്ച ഒരു വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാമിന് ഒരു ചിട്ട ഉണ്ടായിരുന്നു. ഒരു ബൈറ്റ് കൂടെ കേട്ട് നോക്കും. ഹലോ, നമസ്കാരം നസീറെ. നസീറിനെ കുറിച്ച് എല്ലാവരും ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് നസീറിന്റെ ആദ്യത്തെ അമേരിക്കൻ യാത്ര, ആദ്യത്തെ വീഡിയോ കാസറ്റ്, ആദ്യത്തെ ഓഡിയോ കാസറ്റ്, ഇതിലൊക്കെ ഒരു നിമിത്തമായി തീരാനായിട്ടുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി അല്ലേ. ഇപ്പൊ മിമിക്രി എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന പേര് കോട്ടയം നസീർ. അത് വലിയ ഭാഗ്യമാണ്. ഇത്രയും ആർട്ടിസ്റ്റുകൾ നിലനിൽക്കുമ്പോൾ മിമിക്രിയിൽ ഒത്തിരി കലാകാരന്മാര് മലയാള സിനിമയിലേക്ക് വന്നപ്പോ ഇപ്പോഴും മിമിക്രി ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ് കോട്ടയം നസീർ കത്തി നിൽക്കുമ്പോൾ ഇന്ന് മലയാള സിനിമയിലേക്ക് കുതിച്ച് ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ വളർച്ച കണ്ടുനിന്ന് വളർച്ചയുടെ ചെറിയ ഘട്ടം തൊട്ട് വലിയ ഘട്ടത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ എന്ന നിലയിൽ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും. എന്ന് കണ്ടാലും അതുപോലെ തന്നെ ഇരിക്കണം. നാഷാണ് ഓരോ ദിവസം കഴിയുന്നവരും ചെറുപ്പായിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. എന്തായാലും അടുത്ത താങ്കളെ ഇഷ്ടപ്പെടുന്ന, താങ്കൾ കണ്ടൽ ഞെട്ടണോട്ടോ, ഇങ്ങനെ ഈ ഷോ കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ ഇങ്ങനെ പോകേണ്ടി വരുമെന്നുള്ളതാ. അപ്പൊ അതിനുള്ളൊരു ചെറിയ പ്രിപ്പറേഷൻ ആണ് ഇപ്പോ. റെഡി ആയിക്കോളൂ, വിളിക്കുകയാണ്. മലയാള സിനിമയില് ഇപ്പൊ ഷാജോൺ ഇല്ലാത്ത പടം എന്നുള്ളതാ. ഇതെന്താ അപ്പം ഇനിയിപ്പോ ഞങ്ങൾ ചെയ്യേണ്ടത്? നസീർക്കിനെ പൊക്കി പറയണം ചെയ്യണ്ടല്ലേ? ഓക്കെ, എനിക്ക് പറയാനുള്ളത് ഒരുപാട് പറയാനുണ്ട് നസീർക്കിനെ കുറിച്ച്. കാരണം ഞങ്ങൾ 20 വർഷത്തോളം അടുത്തുള്ളൊരു ബന്ധമാണ് നസീർക്കായിട്ട്. അത് ഞാൻ പറയുന്നത് എപ്പിസോഡ് ഇല്ല, കുറച്ചുള്ള ഉപയോഗിച്ചുള്ളൂ. സിനിമയിലേക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നസീർക്കാണ്. നമ്മളൊരു സിനിമാ നടനാവണം എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിച്ചിരുന്നപ്പോൾ നസീർക്കാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമ മൈ ഡിയർ കരടി. കലാഭവൻ മണിച്ചേരനാണ് ഇതിൽ. അപ്പൊ മണിച്ചേരൻ അത് മാസ്ക് ഇട്ടിട്ടാണ്. അപ്പം കരടിയിൽ നമുക്ക് പറഞ്ഞപ്പോ തന്നെ ചിരിക്കുന്നു. അത് മാസ്ക് ഇടണ്ടല്ലോ എന്നല്ല ഉദ്ദേശിച്ചത്. അപ്പൊ മണിച്ചേരനപ്പം മാസ്കിനുള്ളിൽ ആരാണെന്നുള്ള കാര്യം അറിയില്ല. അപ്പൊ മണിച്ചേരന്റെ ഒരു ശരീരഭാഷയൊക്കെ ഉള്ള ഒരാൾ വേണമെന്ന് പറഞ്ഞപ്പോഴാണ് നസീർക്കാണ് എന്നെ വിളിക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നിശ്ചയിക്കണം. പിന്നെ അറിയില്ല, ആരും തിരിച്ചറിയില്ല, അതിനുള്ളിലായിരിക്കും, മാസ്കിനുള്ളിലായിരിക്കും. പക്ഷെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ നിനക്ക് ഇതിനകത്തൊരു വേഷം ഉണ്ടാവും. അത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ഇതിനകത്തൊരു വേഷം ഉണ്ടാവും. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത് നസീർക്കയുടെ ഒരു അനുഗ്രഹമൊക്കെ മേടിച്ചുകൊണ്ടാണ്. അതെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ മിമിക്രി എന്ന് പറയുന്നത് കുറച്ചൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിച്ചു മാറ്റുന്നുണ്ട്. പക്ഷെ മോഷണം ഒരു കലയാണെന്ന് തെളിയിച്ചെന്ന ഒരു വലിയ കലാകാരനും കൂടെയാണ് ഇരിക്കുന്നത്. കാരണം നമ്മളൊക്കെ ചെയ്യുന്ന നസീർക്ക് അടിച്ചു മാറ്റിയിട്ടുണ്ട്. കാര്യം പണ്ട് കലാഭവൻ ഒരു പ്രോഗ്രാം കറിയിച്ചാൽ ചെല്ലുക. അപ്പൊ അതിനകത്ത് ഈ 10 നടന്മാർ അന്തിക്കടപ്പുറത്തൊരു പാട്ട് പാടുന്നതിന്റെ ഐറ്റം ഉണ്ട്. അപ്പൊ അന്ന് നസീർക്ക് അതിന് മുന്നേ വിളിച്ചത്, എടാ എവിടെയാടാ ഇന്ന് പ്രോഗ്രാം? ഞാൻ നിൽക്കാൻ കറിയിച്ചാണ് ആണല്ലേ, ആ എടാ ഞാൻ വരുന്നുണ്ടാ എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ തന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ പറഞ്ഞാൽ നീ അത് ഐറ്റം ചെയ്യരുത്, ചെയ്താൽ പുള്ളിക്കാരൻ കൊണ്ടുപോകും എന്ന് പറഞ്ഞു. പക്ഷെ നമുക്കറിയാം, അങ്ങോട്ട് ത്രെഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇക്ക കൊണ്ടത് ചെയ്യും. പിന്നെ നമ്മുടെ മനസ്സിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു സാധനം നസീർക്ക കൊണ്ടുപോയി ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കതൊരു വലിയ ക്രെഡിറ്റാ. അപ്പൊ നസീർക്ക വന്ന് കണ്ട് അത് കണ്ടു. അപ്പൊ നമുക്കറിയാൻ കൊണ്ടുപോകുന്നു. പക്ഷെ അതിന്റെ നമുക്കൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളത് സ്റ്റേജ് ചെയ്യുന്നതിനെ കഴിഞ്ഞ് ഭയങ്കര പെർഫെക്ഷൻ ആയിരിക്കും. അതിന്റെ ശരിക്കുള്ളൊരു ക്ലൈമാക്സ്. ഞാനൊക്കെ അത് ചെയ്യുമ്പോൾ വേറൊരു ക്ലൈമാക്സ് ഒക്കെ ആയിരുന്നു. അപ്പൊ നസീർക്ക് അത് ചെയ്തിട്ട് ലാസ്റ്റ് കൊച്ചി ഹനിഫയുടെ കൊണ്ടുവന്ന് താങ്ക്സ് ഒക്കെ അല്ല, ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് കാര്യത്തിന് കേട്ടോ. പറയാം ഇനി അങ്ങേക്ക് മൊഴിയാ. ഒരു വാക്കിലോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. 94 എന്റെ ആദ്യത്തെ സിനിമ തൊട്ട് ഈ നിമിഷം വരെ ഇപ്പൊ ഇവിടെ മനോരമയുടെ ഇവിടെ ഇരിക്കുന്നവരെ ഫുൾ ടൈം എന്റെ കൂടെയുള്ള ഒരു നല്ല സുഹൃത്താണ് സർ. എല്ലാം കൊണ്ട് പ്രോഗ്രാംസിലായിക്കോട്ടെ, ഒരുപാട് ഷോസിലും പല എന്താ പറയാ, പല ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പല എന്റെ കയറി വരുന്ന പല സിറ്റുവേഷനിലും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ് സർ. ആസ് എ പേഴ്സൺ, ഈ ആർട്ടിസ്റ്റ് ആണെന്നോ അല്ലെങ്കിൽ മ്യൂസിക് ആർട്ടിസ്റ്റ് ആണെന്നോ ഒരു നടനാണെന്നോ അതൊന്നും എനിക്ക് ഇപ്പോഴും അങ്ങനെ ഒരു സംഭവമായിരിക്കില്ല. കോട്ടയം നസീർ എന്ന് പറയുന്ന ആള് മറ്റുള്ളവർ അറിയുന്നതിനേക്കാൾ കൂടുതൽ നല്ല സുഹൃത്തായിട്ടാണ് ഞാൻ എപ്പോഴും വിളിക്കാനും പറയാറുള്ളത്. ഇതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും കൺട്രറി ആയിട്ട് വന്നിട്ട് ഒരു മിമിക്രി താരം
ഏത് സ്ഥാനത്ത് അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നെങ്കിൽ പോലും അത്രമാത്രം സ്നേഹം നസീറക്കയോട് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു, ഐ തിങ്ക് ദിസ് ഇസ് ദ റൈറ്റ് മൊമെന്റ് അത് കേൾപ്പിക്കാൻ. കേട്ടു നോക്കിയാലോ? ഹായ് നസീർക, സത്യം പറഞ്ഞത് വല്ലാത്തൊരു മൊമെന്റാണ്. കാരണം ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്താ പറയുക, കോട്ടയം നസീർ എന്ന് പറയുന്ന വ്യക്തിനെ കാണാൻ വേണ്ടി ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് ചെല്ലുകയും ഞാൻ എന്താണെന്ന് പോലും അറിയാതെ നസീർക്ക് എനിക്ക് ഭയങ്കര എന്താ പറയുക, അത്രയും വലിയൊരു ട്രൂപ്പിൽ വലിയൊരു അവസരം തന്ന മനുഷ്യനും കൂടിയാണ്. ഞാൻ ഇന്നും എൻ്റെ ജീവിതത്തിൽ എന്ത് വലിയ കാര്യമുണ്ടെങ്കിലും ഞാൻ ആദ്യം വിളിക്കുന്നത് നസീർക്കിനെ തന്നെയാണ്. ഇവനിപ്പോൾ ഞാൻ ഷാഫിയുടെ പടത്തിൻ്റെ ഷൂട്ടിങ്ങിലാണ്, 101 വെഡിങ് എന്നാണ് പടത്തിൻ്റെ പേര്. ഞാൻ ഇതിന് വന്നപ്പോഴും ഞാൻ നസീർക്കിനെ വിളിച്ചു പറഞ്ഞു, നസീർക്ക പടം തുടങ്ങുകയാണെന്ന്. പക്ഷെ ഇപ്പം ഞാനിത് ആക്സിഡന്റലി കൊടുക്കുന്ന ഒരു ബൈറ്റാണ്. എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ നസീർക്ക ഗസ്റ്റ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നേരിട്ടൊരു ക്യാമറയിൽ നോക്കി അല്ല പറയേണ്ടതെന്ന് എനിക്ക് അറിയാം, വളരെ വ്യക്തമായിട്ട് അറിയാം. അത് ഇക്ക വിഷമം വിചാരിക്കരുത്, ഷൂട്ടിംഗ് നടക്കുന്നതിൻ്റെ പേരിൽ മാത്രമാണ്. ഇക്കയുടെ മുമ്പിൽ വന്നിരുന്ന് എനിക്ക് ഒരുപാട് ഓർമ്മകൾ പങ്കുവെക്കണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം ഞാൻ എന്തായിരുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന വ്യക്തിയാണ് നസീർക്ക. ഇനിയും എനിക്ക് നസീർക്കയുടെ കൂടെ പ്രോഗ്രാം ചെയ്യാൻ പറ്റണേ എന്നത് മാത്രമാണ് എനിക്ക് ആഗ്രഹം. അതുപോലെ തന്നെ ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റണേ എന്ന് ഈ അവസരത്തിൽ ഞാൻ ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനയും എന്ന് നസീർക്കയുടെ കൂടെ. ജയൻ വന്ന കഥകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഗുരുത്തമുള്ളതാണ്, അതുകൊണ്ടാണ് അയാൾ ഇവിടം വരെ എത്തിയത്. എനിക്കൊന്ന് ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ ഓരോ കഥകളാണ് ഞങ്ങൾക്ക് ഇതിനെ കേൾക്കാൻ കിട്ടുന്നത്. സോ വി റിയലി എൻജോയിങ് ഇറ്റ്. ഒന്ന് കേട്ടോ. ഹായ് നസീർക്ക, സുഖം തന്നെയല്ലേ? ഒരുപാട് സന്തോഷമുണ്ട് നസീർക്കയെ പറ്റി പറയുന്നതിൽ. കാരണം ഞാനെന്ന കലാകാരനെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു കലാകാരനാണ് നസീർ. എനിക്ക് നസീർക്കയെ കുറിച്ചുള്ള ഒരു പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരാതിയല്ല, അത് ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഗുണപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നസീർക്ക പ്രോഗ്രാം പിടിക്കും, നസീർക്ക അത് കഴിഞ്ഞിട്ട് സിനിമയിൽ അഭിനയിക്കാൻ ഇടയ്ക്ക് പോവാറുണ്ട്. ഈ സമയത്ത് വളരെ വൈകിയാണ് നസീർക്ക സ്റ്റേജിലേക്ക് വരുന്നത്. ഒരു ബലിയാടിനെ പോലെ ഞാൻ കയറി നിന്നിട്ട് മൈക്കെടുത്തിട്ട് വളരെ വിഷമത്തോടു കൂടി അനൗൺസ് ചെയ്യും, നിങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കണം, നമ്മളുടെ പ്രിയങ്കരനായ കലാകാരൻ കോട്ടയം നസീർ വൈക്കം വരെ എത്തിയിട്ടുണ്ട്, ഉടൻ തന്നെ അദ്ദേഹം കോട്ടയത്ത് എത്തുന്നതായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ ആരും പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് സ്റ്റേജുകളിൽ അനൗൺസ് ചെയ്യേണ്ട അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട്. കേരളത്തിലെ മികച്ച കലാകാരന്മാരിൽ ഒരാളായി മാറാൻ നസീർക്കയ്ക്ക് കഴിയട്ടെ, അതിന് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇക്കാര്യം അജയനോട് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അയാളെ ഭയങ്കര അത്ഭുതമാണ്. കാരണം നമ്മള് ഒരു രംഗത്ത് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ, നമ്മളൊരു വലിയ ആളാണെങ്കിൽ സൈസോ സൗന്ദര്യമോ രൂപമോ ഒന്നുമല്ല വിഷയം. ആ പൊക്കം വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇത് വെച്ചിട്ട് അയാള് എനിക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ എത്തിക്കഴിഞ്ഞു. താങ്ക് യു, വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇത്രയും മതി നിങ്ങൾ പോയിച്ചത്. അത് നീ ആരാണ്, നിനക്ക് എന്തിനു വേണമെന്നൊക്കെ. കോട്ടയം നസീർ കോട്ടയം കുഞ്ഞച്ചന്റെ ആരെങ്കിലും ആണോ? ഇനി ഞാനൊന്ന് നിങ്ങളെ ഞെട്ടിക്കാൻ പോകുന്നു. ഞെട്ടുമെന്ന് വിശ്വസിക്കുന്നു.